കങ്കാരു ഓസ്ട്രേലിയയുടെ അത്ഭുത ജീവി. ഓസ്ട്രേലിയ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന മൃഗങ്ങളിൽ ഒന്ന്. പക്ഷെ കങ്കാരുവിനെ കുറിച്ച് നമുക്കറിയാവുന്നത് അത് ചാടും, അതിന്റെ വയറ്റിൽ ഒരു പൗച്ച് ഉണ്ടാകും, അത്ര മാത്രമാണോ? അല്ല. കങ്കാരുവിന്റെ ശരീരഘടനയും സഞ്ചരിക്കുന്ന രീതിയും കുഞ്ഞുങ്ങളെ വളർത്തുന്ന രീതിയും പ്രകൃതി തന്നെ ഒരുക്കിയ അത്ഭുതങ്ങളാണ്. ഇനി കങ്കാരുവിന്റെ അതിശയകരമായ പ്രത്യേകതകൾ ഓരോന്നായി നോക്കാം. കങ്കാരു യഥാർത്ഥത്തിൽ എന്താണ്? കങ്കാരു ഒരു മാർസൂപ്പിയൽ സസ്തനിയാണ്. അതായത് കുഞ്ഞുങ്ങൾ ജനിച്ച ശേഷം അവയെ വളർത്താൻ അമ്മയുടെ ശരീരത്തിൽ പ്രത്യേകമായ ഒരു പൗച്ച് അഥവാ സഞ്ചി ഉണ്ടാകും. കങ്കാരുവിന്റെ സ്വദേശം പ്രധാനമായും ഓസ്ട്രേലിയയും ന്യൂഗിനിയയുമാണ്. ലോകത്ത് കങ്കാരുവിന് നിരവധി ഇനങ്ങളുണ്ട്. അതിൽ ഏറ്റവും വലിയവയിൽ ഒന്നാണ് റെഡ് കങ്കാരു. ഒരു ആൺ റെഡ് കങ്കാരുവിന് നിൽക്കുമ്പോൾ തന്നെ ഏകദേശം 1.8 മീറ്ററിലധികം ഉയരവും 90 കിലോഗ്രാമിന് മുകളിലുള്ള ഭാരവും ഉണ്ടാകാം. കങ്കാരുവിന്റെ ചാട്ടമാണ് ഏറ്റവും വലിയ പ്രത്യേകത. ശക്തമായ പിൻകാലുകളും നീളമുള്ള പാദങ്ങളും കങ്കാരുവിന് ചാടാൻ സഹായിക്കുന്നു. കങ്കാരു വേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ ഓരോ ചാട്ടത്തിലും അതിന്റെ അക്കിലീസ് ടെൻഡൻ പോലുള്ള ശക്തമായ ടെൻഡനുകൾ ഒരു സ്പ്രിംഗ് പോലെ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് ഓരോ ചാട്ടത്തിനും വലിയ തോതിൽ പേശിശക്തി ചെലവഴിക്കേണ്ടി വരില്ല. ഇതാണ് കങ്കാരുവിനെ വളരെ കാര്യക്ഷമമായി ദീർഘദൂരം സഞ്ചരിക്കാൻ സഹായിക്കുന്നത്. വേഗതയേറിയ ചാട്ടത്തിൽ ഒരു കങ്കാരുവിന് ഏകദേശം 60 കിലോമീറ്റർ വേഗത വരെ എത്താൻ കഴിയും. ഒരു വലിയ ചാട്ടത്തിൽ ഏകദേശം 8 മുതൽ 9 മീറ്റർ വരെ ദൂരം പിന്നിടാനും കഴിയും. അതായത് നമ്മൾ ഓടുന്നത് പോലെ കങ്കാരു ഓടുകയല്ല, അത് ചാടിക്കൊണ്ടാണ് അതിവേഗം സഞ്ചരിക്കുന്നത്. പക്ഷെ കങ്കാരുവിന് പിന്നിലേക്ക് നടക്കാൻ കഴിയില്ലേ? കങ്കാരുവിന് മനുഷ്യരെ പോലെ സ്വതന്ത്രമായി പിന്നിലേക്ക് നടക്കാൻ കഴിയില്ല. അതിന്റെ വലിയ പിൻകാലുകളും നീളമുള്ള വാലും ശരീരഘടനയും കാരണം പിന്നിലേക്ക് സഞ്ചരിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് കങ്കാരുവിനെ ഓസ്ട്രേലിയയുടെ ദേശീയ ചിഹ്നങ്ങളിൽ ഉൾപ്പെടുത്തിയത്. കാരണം ഓസ്ട്രേലിയയും കങ്കാരുവും ഒരിക്കലും പിന്നോട്ട് പോകാതെ മുന്നോട്ട് നീങ്ങണമെന്ന ആശയത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്നൊരു പ്രതീകാത്മക വ്യാഖ്യാനവും ഇതിലുണ്ട്. കങ്കാരുവിന്റെ വാൽ ഇത് വെറും ഒരു ശരീരഭാഗമല്ല, അത് ഒരു മൂന്നാമത്തെ കാല് പോലെ പ്രവർത്തിക്കാൻ കഴിവുള്ളതാണ്. കങ്കാരു പതുക്കെ സഞ്ചരിക്കുമ്പോൾ അതിന്റെ വാൽ നിലത്തുപയോഗിച്ച് ശരീരത്തെ മുന്നോട്ട് നീക്കാൻ സഹായിക്കുന്നു. അതുപോലെ ചാടുമ്പോൾ വാൽ ശരീരത്തിന്റെ ബാലൻസ് നിയന്ത്രിക്കാനും ദിശ മാറ്റാനും സഹായിക്കുന്നു. ഒരു വലിയ ആൺ കങ്കാരുവിന് അപകട സമയത്ത് വാലിന്റെ സഹായത്തോടെ ശരീരം താങ്ങി നിർത്തി ശക്തമായ പിൻകാലുകൾ ഉപയോഗിച്ച് പ്രതിരോധിക്കാനും കഴിയും. കങ്കാരുക്കൾ തമ്മിൽ പോരാട്ടങ്ങൾ ഉണ്ടാകാറുണ്ടോ? അതെ, പ്രത്യേകിച്ച് ആൺ കങ്കാരുക്കൾ തമ്മിൽ ഡോമിനൻസ് സ്ഥാപിക്കാനും പെൺകങ്കാരുക്കളുടെ ശ്രദ്ധ നേടാനുമായി പോരാട്ടങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇത്തരം പോരാട്ടങ്ങളിൽ അവയുടെ ശക്തമായ മുൻകാലുകളും പിൻകാലുകളും ഉപയോഗിക്കുന്നു. ചിലപ്പോൾ കങ്കാരു ശരീരത്തെ പിന്നോട്ട് ചായച്ച് വാലിൽ ബാലൻസ് ചെയ്ത് പിൻകാലുകൾ കൊണ്ട് ശക്തമായി ചവിട്ടാനും കഴിയും. അതിനാൽ കങ്കാരുവിനെ വെറും ഒരു ശാന്തമായി ചാടുന്ന മൃഗമായി മാത്രം കാണാൻ കഴിയില്ല. കങ്കാരു മനുഷ്യനെ ആക്രമിക്കാൻ വന്നാൽ പോരാടാൻ ശ്രമിക്കാതെ സുരക്ഷിതമായി അകലം പാലിക്കുകയാണ് വേണ്ടത്. കങ്കാരുവിന്റെ ആക്രമണം അപൂർവമാണെങ്കിലും വലിയ ആൺ കങ്കാരുക്കൾക്ക് ശക്തമായ കാലുകളും നഖങ്ങളും ഉള്ളതിനാൽ അപകടകരമായേക്കാം. സുരക്ഷയ്ക്കായി കങ്കാരുവിനോട് അടുത്തേക്ക് പോകരുത്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുള്ള അമ്മയെയോ വലിയ ആൺ കങ്കാരുവിനെയോ പ്രകോപിപ്പിക്കരുത്. പിന്തുടരുകയോ ഭക്ഷണം കൊടുക്കുകയോ ചെയ്യരുത്. പതുക്കെ പിന്നോട്ട് മാറി സുരക്ഷിതമായ സ്ഥലത്തേക്ക് പോകുക. അത് ആക്രമിക്കാൻ തയ്യാറെടുക്കുന്നതായി തോന്നിയാൽ താഴേക്ക് കുനിഞ്ഞ് ചെറുതായി തോന്നിക്കുക എന്നത് ചില വന്യജീവി സുരക്ഷാ മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്ന ഒരു നടപടിയാണ്. വീഴുകയാണെങ്കിൽ ശരീരം ചുരുട്ടി തലയും കഴുത്തും കൈകൾ കൊണ്ട് സംരക്ഷിക്കുക. അത് നിങ്ങളെ പിടിച്ചാൽ മുഖവും കഴുത്തും സംരക്ഷിക്കുക. ഒരു പ്രധാന കാര്യം, കങ്കാരു ചവിട്ടാൻ വരുമ്പോൾ അതിന്റെ ശക്തമായ പിൻകാലുകൾ നേരിടാൻ ശ്രമിക്കുന്നത് വളരെ അപകടകരമാണ്. അതിനാൽ ലക്ഷ്യം പോരാട്ടമല്ല, സുരക്ഷിതമായി അകലം പാലിച്ച് രക്ഷപ്പെടുക എന്നതായിരിക്കണം. ഇനി കങ്കാരുവിന്റെ കുഞ്ഞുങ്ങളുടെ കഥ. കങ്കാരു കുഞ്ഞിനെ ജോയി എന്നാണ് വിളിക്കുന്നത്. കങ്കാരു കുഞ്ഞ് ജനിക്കുമ്പോൾ അതിന്റെ വലിപ്പം വളരെ ചെറുതായിരിക്കും. ജനിച്ച ഉടൻ തന്നെ കാഴ്ചശക്തി പൂർണ്ണമായി വികസിച്ചിട്ടില്ലാത്ത കുഞ്ഞ് അമ്മയുടെ ശരീരത്തിലെ രോമങ്ങൾ പിടിച്ചുപറ്റി പൗച്ചിലേക്ക് സ്വയം കയറുന്നു. അവിടെ എത്തിച്ചേർന്ന ശേഷം അമ്മയുടെ പാലാണ് അതിന്റെ പ്രധാന ആഹാരം. പൗച്ചിനുള്ളിൽ സുരക്ഷിതമായി കഴിഞ്ഞുകൊണ്ട് കുഞ്ഞു വളരുന്നു. കുഞ്ഞു വളർന്ന ശേഷവും കുറച്ചുകാലം പൗച്ചിൽ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കും. അപകടം തോന്നിയാൽ വീണ്ടും അമ്മയുടെ പൗച്ചിൽ അഭയം തേടും. കങ്കാരുവിന്റെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റമാണ് ശരിക്കും അത്ഭുതകരമാകുന്നത്. ഒരു അമ്മ കങ്കാരുവിന് ഒരേ സമയം വ്യത്യസ്ത വളർച്ചാ ഘട്ടങ്ങളിലുള്ള കുഞ്ഞുങ്ങളെ പരിപാലിക്കാൻ കഴിയും. ഒരു കുഞ്ഞ് പൗച്ചിനുള്ളിൽ വളരുമ്പോൾ മറ്റൊരു കുഞ്ഞ് പൗച്ചിന് പുറത്തായിരിക്കാം.
അതേസമയം അമ്മയുടെ ശരീരത്തിൽ മറ്റൊരു കുഞ്ഞിന്റെ വളർച്ചയ്ക്കായി എംബ്രിയോ നിലനിർത്താനും കഴിയും. ഇതിനെ എംബ്രിയോണിക് ഡയപ്പോസ് എന്ന് വിളിക്കുന്നു. അനുകൂലമായ സമയമാകുന്നതുവരെ ഭ്രൂണത്തിന്റെ വളർച്ച താൽക്കാലികമായി നിർത്തിവെക്കാൻ ഇതിലൂടെ സാധിക്കും. ഇത് കങ്കാരുവിന്റെ ജീവിതത്തിലെ ഏറ്റവും അത്ഭുതകരമായ പ്രകൃതിദത്ത സംവിധാനങ്ങളിൽ ഒന്നാണ്. കങ്കാരുക്കൾ പ്രധാനമായും സസ്യഭുക്കുകളാണ്. പുല്ല്, ഇലകൾ, വിവിധ സസ്യഭാഗങ്ങൾ എന്നിവയാണ് പ്രധാന ഭക്ഷണം. അവയുടെ ദഹന വ്യവസ്ഥ സസ്യഭക്ഷണത്തിൽ നിന്ന് പോഷകങ്ങൾ ലഭിക്കുന്ന രീതിയിലാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ചില കങ്കാരു ഇനങ്ങൾ ഭക്ഷണം ദഹിപ്പിക്കുന്നതിന് ഗട്ട് ഫെർമെന്റേഷൻ പോലുള്ള പ്രക്രിയകളെ ആശ്രയിക്കുന്നു. അതിനാൽ കങ്കാരുവിന്റെ ഭക്ഷണ രീതി അതിന്റെ പരിസ്ഥിതിയുമായി വളരെ അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്നു. കങ്കാരുവിന് വെള്ളമില്ലാതെ ജീവിക്കാൻ കഴിയുമോ? കങ്കാരുവിന് വെള്ളമില്ലാതെ എന്നേക്കുമായി ജീവിക്കാൻ കഴിയില്ല. പക്ഷെ വരണ്ട പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ചില കങ്കാരു ഇനങ്ങൾ വെള്ളത്തിന്റെ കുറവിനോട് വളരെ നന്നായി പൊരുത്തപ്പെട്ടിട്ടുണ്ട്. ശരീരത്തിൽ നിന്നും വെള്ളം അമിതമായി നഷ്ടപ്പെടാതിരിക്കാൻ അവയുടെ ശരീരം ചില പ്രത്യേക രീതിയിൽ പ്രവർത്തിക്കുന്നു. ചൂട് കൂടുതലുള്ള സമയങ്ങളിൽ നിഴലിൽ വിശ്രമിക്കുകയും തണുപ്പ് കുറഞ്ഞ സമയങ്ങളിൽ ഭക്ഷണം തേടി പോകുകയും ചെയ്യുന്നത് വെള്ളവും ഊർജവും സംരക്ഷിക്കാൻ സഹായിക്കുന്നു. ഓസ്ട്രേലിയയിലെ ചില പ്രദേശങ്ങളിൽ താപനില വളരെ ഉയർന്നേക്കാം. ചൂട് കൂടുമ്പോൾ കങ്കാരു തണലുള്ള സ്ഥലങ്ങളിൽ വിശ്രമിക്കും. അതുപോലെ മുൻകാലുകൾ നക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അവയുടെ മുൻകാലുകളിലെ രക്തക്കുഴലുകൾക്ക് സമീപമുള്ള പ്രദേശം നനയുമ്പോൾ ശരീരത്തിലെ ചൂട് കുറയാൻ അത് സഹായിക്കും. ഇതിലൂടെ ശരീരത്തെ തണുപ്പിക്കാൻ കങ്കാരുവിന് കഴിയും. കങ്കാരുക്കൾ ഒറ്റയ്ക്കാണോ ജീവിക്കുന്നത്? അല്ല. കങ്കാരുക്കൾ പലപ്പോഴും മോബ് എന്ന് വിളിക്കപ്പെടുന്ന കൂട്ടങ്ങളായി ജീവിക്കുന്നു. ഒരു കൂട്ടത്തിൽ കുറച്ചു കങ്കാരുക്കൾ മാത്രമുണ്ടാകും, അല്ലെങ്കിൽ ചിലപ്പോൾ വളരെ വലിയ കൂട്ടങ്ങളായും കാണപ്പെടാം. കൂട്ടമായി ജീവിക്കുന്നത് അപകടങ്ങളെ നേരിടാനും സാമൂഹിക ബന്ധങ്ങൾ നിലനിർത്താനും സഹായിക്കുന്നു. ഒരു കൂട്ടത്തിൽ ആൺകങ്കാരുക്കളും പെൺകങ്കാരുക്കളും കുഞ്ഞുങ്ങളും ഉണ്ടാകാം. കങ്കാരുവിന്റെ നീളമുള്ള ചെവികൾ വെറുമൊരു ഭംഗിക്ക് വേണ്ടിയല്ല, അവയ്ക്ക് ശബ്ദത്തിന്റെ ദിശ തിരിച്ചറിയാൻ കഴിയും. കൂടാതെ കങ്കാരുവിന് ഓരോ ചെവിയും സ്വതന്ത്രമായി ചലിപ്പിക്കാനും കഴിയും. അതുകൊണ്ട് ചുറ്റുപാടുകളിൽ നിന്ന് വരുന്ന ശബ്ദങ്ങളെ കൂടുതൽ കൃത്യമായി തിരിച്ചറിയാൻ അവയ്ക്ക് സാധിക്കുന്നു. കങ്കാരുവിന് നല്ല കാഴ്ചശക്തിയുണ്ടോ? അതെ, കങ്കാരുവിന് നല്ല കാഴ്ചശക്തിയുണ്ട്. അപകട സാധ്യത തിരിച്ചറിയാൻ അതിന്റെ കാഴ്ചയും കേൾവിയും വളരെ പ്രധാനമാണ്. ഒരു ഭീഷണി തോന്നിയാൽ കങ്കാരു പെട്ടെന്ന് ജാഗ്രത പുലർത്തുകയും ആവശ്യമായാൽ വേഗത്തിൽ ചാടി രക്ഷപ്പെടുകയും ചെയ്യും. കങ്കാരുവിന്റെ ജീവിതകാലം എത്രയാണ്? കങ്കാരുവിന്റെ ആയുസ് ഇനം, ആവാസ വ്യവസ്ഥ, ഭക്ഷണം, രോഗങ്ങൾ, വേട്ടയാടൽ തുടങ്ങിയ പല ഘടകങ്ങളെയും ആശ്രയിച്ചിരിക്കും. പൊതുവെ കാട്ടിൽ ജീവിക്കുന്ന കങ്കാരുക്കൾക്ക് ഏകദേശം 6 മുതൽ 10 വർഷം വരെ ജീവിക്കാൻ കഴിയും. എന്നാൽ സംരക്ഷിത സാഹചര്യങ്ങളിൽ ചില കങ്കാരുക്കൾ അതിനേക്കാൾ കൂടുതൽ കാലം ജീവിക്കാനും കഴിയും. കങ്കാരുവിന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ ആരാണ്? കങ്കാരുവിന്റെ സ്വാഭാവിക ശത്രുക്കളിൽ ചില പ്രദേശങ്ങളിൽ ഡിങ്കോസ് പ്രധാനപ്പെട്ടവയാണ്. കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച് അപകട സാധ്യത കൂടുതലാണ്. എന്നാൽ ഇന്ന് കങ്കാരുക്കൾ നേരിടുന്ന ആ വലിയ ഭീഷണികളിൽ മനുഷ്യരുടെ പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്നു. ആവാസ വ്യവസ്ഥയുടെ നഷ്ടം, റോഡപകടങ്ങൾ, മനുഷ്യ വന്യജീവി സംഘർഷം തുടങ്ങിയവ ചില പ്രദേശങ്ങളിൽ കങ്കാരുക്കളെ ബാധിക്കുന്നു. എന്തുകൊണ്ടാണ് കങ്കാരു ഓസ്ട്രേലിയയുടെ പ്രതീകമായത്? കങ്കാരുവും എമുവും ഓസ്ട്രേലിയയുടെ കോട്ട് ഓഫ് ആംസിൽ കാണാം. ഇവ രണ്ടും പിന്നിലേക്ക് എളുപ്പത്തിൽ സഞ്ചരിക്കാത്ത ജീവികളായതിനാൽ രാജ്യം മുന്നോട്ടാണ് നീങ്ങുന്നത് എന്ന ആശയത്തിന്റെ പ്രതീകമായി അവയെ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ കങ്കാരു ഒരു സാധാരണ വന്യമൃഗം മാത്രമല്ല, അത് ഓസ്ട്രേലിയയുടെ പ്രകൃതിയുടെയും സംസ്കാരത്തിന്റെയും ദേശീയ തിരിച്ചറിയലിന്റെയും ഭാഗമാണ്. ശക്തമായ പിൻകാലുകൾ, സ്പ്രിംഗ് പോലെ പ്രവർത്തിക്കുന്ന ടെൻഡണുകൾ, ബാലൻസ് നിയന്ത്രിക്കുന്ന ശക്തമായ വാൽ, കുഞ്ഞുങ്ങളെ വളർത്താനുള്ള അത്ഭുതകരമായ പൗച്ച്, വ്യത്യസ്ത വളർച്ചാ ഘട്ടങ്ങളിലുള്ള കുഞ്ഞുങ്ങളെ ഒരേ സമയം പരിപാലിക്കാനുള്ള കഴിവ്, ഇതെല്ലാം ചേർന്നാൽ കങ്കാരു ശരിക്കും പ്രകൃതി ഒരുക്കിയ ഒരു അത്ഭുത ജീവിയാണ്. ഓസ്ട്രേലിയയുടെ വിശാലമായ ഭൂമിയിൽ ഒരു ചാട്ടത്തിൽ തന്നെ നിരവധി മീറ്ററുകൾ പിന്നിട്ട് മുന്നോട്ട് കുതിക്കുന്ന ഈ ജീവി നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു കാര്യമാണ്: പ്രകൃതിയിലെ ഓരോ ജീവിക്കും അതിൻ്റെതായ ഒരു അത്ഭുത കഥയുണ്ട്. അതിൽ ഏറ്റവും കൗതുകകരമായ കഥകളിലൊന്നാണ് കങ്കാരുവിന്റെ കഥ.